ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ റെയിൽവേ മലയാളം. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB JEE ജൂനിയർ എഞ്ചിനീയറിന്റെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ ആണ്. 2019 മെയ് 23 നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ കണ്ടോളൂ. കംപ്ലീറ്റ് സീരീസ് 31, 29, 24, 22, 17. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഇത് വളരെ സിമ്പിൾ സീരീസ് ആണ്. നോക്കുമ്പോൾ നമ്പേഴ്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. നമ്പർ സീരീസ് ആണ്, നമ്പേഴ്സിന് വലിയ വ്യത്യാസമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് ആയിട്ട് നോക്കാം അല്ലേ. ഇപ്പം ആദ്യം 31 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 29 പിന്നീട് 5 കുറച്ചപ്പോൾ 24 പിന്നെ 2 കുറച്ചപ്പോൾ 22 വീണ്ടും 5 കുറച്ചപ്പോൾ 17 ഇപ്പം നെക്സ്റ്റ് എന്ത് കുറയ്ക്കണം, അടുത്ത വീണ്ടും 2 -2 ചെയ്യുമ്പം 15 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 15. കണ്ടോ, വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. കണ്ടോ, ക്ലിയർ അല്ലേ. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ വിൽ ബെസ്റ്റ് കംപ്ലീറ്റ് ദ റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ. ഓക്കെ, 13:38 ഈസസ് 17 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമ്മുടെ അനലോഗീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത് അല്ലേ. അപ്പൊ നോക്കുക, എങ്ങനെ 13, 38 തമ്മിൽ അല്ലേ, 13 എങ്ങനെ 38 ആക്കാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിൾ അല്ലെ, സിമ്പിൾ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. 13നെ നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 39 ആകും. -1 ചെയ്യുമ്പോൾ 38 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാം 17 × 3 എത്ര കുഞ്ഞുങ്ങളെ, 51 അല്ലേ. 10 × 3 30, 7 3 21, 51 51ന്റെ കൂടെ ഇതേ ഒന്ന് മൈനസ് ചെയ്യണം അല്ലേ. -1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 50 കിട്ടും. അത് ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ ബി 50. വളരെ സിമ്പിൾ ചോദ്യം. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ടിർഫിൻ മീൻസ് delicious juicy fruit, tie dipsic means beautiful white lily, sig lon fin means lily and fruit, which of the following stands for and. Okay, and in that language അല്ലേ. ഇത് നമ്മുടെ എന്താണ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ചൈനീസ് കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് മെയിൻലി മൂന്ന് സെന്റൻസ് ഉണ്ട്. ആ 3 സെന്റൻസിനകത്ത് കോമൺ ആയിട്ട് വരുന്ന വാക്കുകൾ വെച്ചാണ് റിലേറ്റ് ചെയ്യാൻ അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റും സെക്കൻഡോട് കമ്പയർ ചെയ്താൽ നമുക്ക് മെയിൻലി ആൻഡ് അല്ലെ, ആൻഡിന്റെ കോഡ് വേണം. അതായത് അവസാന സെന്റൻസ് ആയ ലില്ലി ആൻഡ് ഫ്രൂട്ടിനകത്തുള്ള ഈ ആൻഡിന്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് അയാളുടെ കൂടെ ലില്ലിയും ഉണ്ട് ഫ്രൂട്ടും ഉണ്ട്. അപ്പം ആ ലില്ലിയും ഫ്രൂട്ടും വരുന്ന റിലേറ്റ് ചെയ്യാൻ വരുന്ന ആൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയെങ്കിൽ സെക്കൻഡും തേർഡും കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, അതായത് ബ്യൂട്ടിഫുൾ വൈറ്റ് ലില്ലി ഉണ്ട്, ലില്ലി ആൻഡ് ഫ്രൂട്ടും ഉണ്ടല്ലേ. അപ്പോൾ ഈ ലില്ലി ഇവിടെ കോമൺ ആണ്, ഇവിടെയും ലില്ലി കോമൺ ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കോഡ് നോക്കി. ഇതിനകത്ത് ഈ ഒരു കോഡിനകത്ത് സിഗ് ആണ് അല്ലേ, സിഗ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ലില്ലി എന്ന വാക്കിന്റെ കോഡ് നമുക്ക് സിഗ് എന്ന് കിട്ടും. അങ്ങനെ ബാക്കി മിച്ചമുള്ള ഈ ഫ്രൂട്ടിന്റെ കോഡ് കണ്ടുപിടിച്ച പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്യാം. അതായത് ഡെലീഷ്യസ് ജ്യൂസി ഫ്രൂട്ടും ലില്ലിയൻ ഫ്രൂട്ടും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോമൺ വാക്ക് ഫ്രൂട്ടാണ്. അപ്പോൾ കോഡ് ആരുണ്ട് കോമൺ ആയിട്ട്. ഓക്കെ, രണ്ടും കോമൺ ആയിട്ട് വരുന്ന കോഡ് എന്താണ്, ഓക്കെ, ഫിൻ അല്ലേ, ഫിൻ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഈ ഫ്രൂട്ട് എന്ന വാക്കിന്റെ കോഡ് ഫിന്നാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് ബാക്കി മിച്ചമുള്ള ആൻഡിന്റെ കോഡ് എന്തായിരിക്കും, ഇവിടെ ലോൺ അല്ലെ, ആൻഡ് കോഡ് ലോൺ എന്ന് കിട്ടും. ഓക്കെ, LON ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ ബി LON. കണ്ടോ, വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ആദ്യം സമയം എടുക്കാതെ നന്നായിട്ട് കണ്ടുപിടിക്കുക. മാക്സിമം ഒരു 10 സെക്കൻഡിൽ കൂടുതൽ എടുക്കാനേ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ സമയം ലാഭിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ക്വസ്റ്റിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എപ്പോഴും അത് അവെയർ ആയിരിക്കുക. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, ചൂസ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് the figure that best completes the pattern given below. Okay, the completion of series. Okay, completion of series ആയിട്ട് ബന്ധപ്പെട്ട നോൺ വെർബൽ റീസണിങ്ങിലെ ചോദ്യമാണ് അല്ലേ. കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ് എന്ന ടോപ്പിക്കിലെ ചോദ്യമാണ്. നമ്മുടെ നോൺ വെർബൽ റീസണിംഗ് ടോപ്പിക്കാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ചെക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ അല്ലേ, ഈ മുകളിൽ 2 പ്ലസ് ആണ്, താഴെ 2 സർക്കിൾസ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടണം, 2 ഓക്കെ പ്ലസ് സൈൻ കിട്ടണം. അതാരൊക്കെ ഉണ്ടോ ഓപ്ഷനകത്ത്, ഓപ്ഷൻ ബി ഇല്ല, ഡി ഇല്ല. ഓക്കെ, പിന്നെ ആരോഗ്യത്തിന് വരിക, ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാര്യം എന്താ, ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 സർക്കിൾസ് വരും. ഓപ്ഷൻ സിയിൽ ഒറ്റ സർക്കിൾ, അത് കാരണം നമുക്ക് ഓപ്ഷൻ സി ഒഴിവാക്കാം. ഓപ്ഷൻ എ തന്നെയായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് എന്താ, ഒരു 5 സെക്കൻഡ് കണ്ടോ, ധാരാളമാണ്. 5 സെക്കൻഡ് വളരെ കൂടുതലാണ്. അപ്പം പടപട ഫിഗേഴ്സ് അനലൈസ് ചെയ്യുക. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, വീണ്ടും നമ്പർ സീരീസ് ആണ്. കംപ്ലീറ്റ് സീരീസ് 5, 4, 6, 15, 56. നെക്സ്റ്റ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം സീരീസ് പകരം നോക്കുക. ആദ്യത്തെ കുറേ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് അല്ലേ. പക്ഷെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, 56 കഴിഞ്ഞിട്ട് അത്യാവശ്യം വലിയൊരു 3 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ. അത്യാവശ്യം ഒരു വലിയ 3 ഡിജിറ്റ് നമ്പർ ആണ്.
മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്തായിരിക്കും, ഇവിടെ മിക്കവാറും നോർമൽ ഡിഫറൻസിന്റെ കാര്യമില്ല, ഡിഫറൻസ് എടുത്തിട്ട് ഇവിടെ വലിയ പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, ഡിഫറൻസ് ഇവിടെ നമുക്ക് ഇവിടെ പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, കാര്യം 56 അത്യാവശ്യം വലിയൊരു നമ്പറിലേക്കാണ് ആൻസറിലേക്ക് പോകുന്നത്. ആൻസർ ഒരു വലിയ നമ്പറിലേക്കാണ് പോകുന്നത്. അപ്പോൾ മിക്കവാറും ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ പാറ്റേൺ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ 5നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് 4 ആക്കി നോക്കാം. ഓക്കെ, എന്ത് ചെയ്യാം, അതുപോലെ അതേ മൾട്ടിപ്ലിക്കേഷൻ അതേ പാറ്റേണിലായിരിക്കണം 4 നമുക്ക് 6 ആക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ആദ്യമേ 5നെ 4 ആക്കാൻ നമുക്ക് ആദ്യമേ 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 കിട്ടുന്നു. -1 ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 4 ആയി. വീണ്ടും 4നെ ഇതേപോലെ ഇതേ പാറ്റേണിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അങ്ങനെയെങ്കിൽ 4നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 6 ആക്കാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിച്ചിട്ട്, അല്ലെ 2 കുറച്ചാൽ മതി. 4 × 2 8 ആണ്. 8 - 2 നമുക്ക് ഉറപ്പായിട്ട് 6 എന്ന് കിട്ടും. അങ്ങനെ വീണ്ടും 6നെ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 3 ആദ്യം 1 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു. ഉറപ്പായിട്ടും 3 കൊണ്ട് ഗുണിക്കണം. 18 കിട്ടും. 18 - 3 15 ആണ്. വീണ്ടും 15നെ എന്ത് ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 60 ആണ്. 60 - 4 സംശയം വേണ്ട 56. അപ്പൊ നെക്സ്റ്റ് ആൻസർ എന്തായിരിക്കും, ഈ 56നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഏതൊരു സംഖ്യനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ നമ്പറിനെ പകുതി എടുക്കുക, ഒരു 0 കൊടുക്കുക. അല്ല, അപ്പൊ 280 കിട്ടും. 280 - 5 എത്രയായിരിക്കും, 275. ഓപ്ഷനകത്തുണ്ടല്ലോ അയാൾ, ഓപ്ഷൻ സി 275. കണ്ടോ. അപ്പൊ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്പർ സീരീസ് കണ്ടാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. സെറ്റ് അല്ലേ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഒറ്റേനെ കണ്ടെത്തുക. 4 ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, 3 ഡിജിറ്റ് നമ്പേഴ്സ് വേണമെങ്കിൽ സ്ക്വയേഴ്സ് ഒക്കെ വരാം. പക്ഷെ ഇവിടെ എല്ലാം എന്താണ്, ഇവിടെ ആരും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരുമില്ല. പിന്നെ ഇവിടെ എന്തായിരിക്കും, നമുക്ക് നമ്പേഴ്സും അറിയാൻ പറ്റും. ഇവിടുത്തെ ഓപ്ഷൻ എയിലും ബിയിലും സിയിലും ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് 5 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എയും ബിയും സിയും എന്നാണ് ഡിവിസിബിൾ ബൈ 5 ആണ്. ഓക്കെ, ഉറപ്പായിട്ട് ബാക്കി മിച്ചമുള്ള ഓപ്ഷൻ സി 489 ആണ്, അല്ലേ ഇവിടുത്തെ ഓഡ്മാൻ. ബാക്കി എല്ലാ നമ്പേഴ്സും ഡിവിസിബിൾ ബൈ 5 ആയത് കാരണം ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, in this question 3 statements are given followed by 2 conclusions. Choose the conclusions which best fits logically. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 2 കൺക്ലൂഷൻ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ നമ്മുടെ സിലോജിസം. ഓക്കെ, സിലോജിസം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അല്ലേ. ഇപ്പൊ ഇവിടെ ആക്ച്വലി വെൻ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ സിലോജിസം ചെയ്ത് പോകുന്നത്, അല്ലേ. ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പക്കയായിട്ട് വരയ്ക്കുക. ഓക്കെ, പക്കയായിട്ട് അവർ വെൻ ഡയഗ്രം വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സം മുംബൈ ഇസ് ഡൽഹി. ഓക്കെ, കുറച്ച് മുംബൈ നൽകാൻ നമുക്ക് എം എന്ന് കൊടുക്കാം. കുറച്ച് മുംബൈ ഡൽഹി ആണ്. അപ്പോൾ സം റിലേഷൻ നമ്മൾ ഇങ്ങനെയാണ് വരച്ചു പോകുന്നത്, ഡൽഹിക്ക് ഡി എന്ന് കൊടുത്തു. പിന്നീട് സം കൊൽക്കത്ത ഇസ് മുംബൈ. ഓക്കെ, കുറച്ച് കൊൽക്കത്ത മുംബൈ ആണല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും അതും സം റിലേഷൻ ആണ്. അപ്പോൾ കുറച്ച് കൊൽക്കത്ത മുംബൈ ആയി, കൊൽക്കത്ത കെ എന്ന് കൊടുത്തു. പിന്നെ സം ചെന്നൈ ഇസ് ഡൽഹി. ഓക്കെ, കുറച്ച് ചെന്നൈ ഡൽഹി ആണ്. ഓക്കെ, കുറച്ച് ചെന്നൈക്ക് സി എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ. അങ്ങനെയെങ്കിൽ കൺക്ലൂഷൻ നോക്കാം. ഓൾ കൊൽക്കത്ത ഇസ് ചെന്നൈ. ശരിയാണോ, എല്ലാ കൊൽക്കത്തയും ചെന്നൈ ആണോ? ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്താണ്, നോ റിലേഷൻ ആണ്. ഓക്കെ, കാര്യം കൊൽക്കത്തയും ഈ കാണുന്ന കൊൽക്കത്തയും ഈ ചെന്നൈ രണ്ടും 2 സൈഡിലാണ്, അല്ലേ. ഇപ്പൊ ഡയറക്റ്റ് നോ റിലേഷൻ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവിടെ സം റിലേഷൻ വരാം, അല്ലേ. ചിലപ്പം ഓൾ റിലേഷൻ വരാം, ചിലപ്പോൾ നോയ്ക്ക് ആയിരിക്കും. ഉറപ്പില്ല. ഈ കൊൽക്കത്തയും ചെന്നുള്ള ബന്ധം നമുക്ക് ഇവിടെ കൺഫേം ആയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് കാരണം നമുക്ക് ഓൾ എന്ന് പറഞ്ഞാലും സം എന്ന് പറഞ്ഞാൽ സമ്മിനോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാരണം ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. സെക്കൻഡ് വൺ, നോ ചെന്നൈ ഇസ് കൊൽക്കത്ത. ഓക്കെ, നോ ചെന്നൈ നേരത്തെ പറഞ്ഞ നോ ആയാലും സം ആയാലും നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാരണം ഓക്കെ, സെക്കൻഡ് കൺക്ലൂഷൻ ഉറപ്പായിട്ടും ഫോളോ ചെയ്യില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ ആണല്ലോ. പിന്നെ കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈ തരുന്ന കൺക്ലൂഷൻ കണ്ടോ, അത് നോയാണ്. ഒരു കാര്യം വെച്ചിട്ട് ട്രിക്ക് പോലെ പഠിച്ചു വെക്കുക. അതായത് തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കണ്ടോ, ഇത് സമ്മ്, ഇത് സമ്മ്, ഇത് സമ്മാണ്. അതായത് നോയോ സംനോട്ടോ പോലുള്ള, ഓക്കെ, നോ അല്ലെങ്കിൽ സംനോട്ട് പോലെയുള്ള നെഗറ്റീവ്, ഓക്കെ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൺക്ലൂഷനകത്തും ഇതേപോലെ നെഗറ്റീവ് കൺക്ലൂഷൻസ് വരത്തേ ഇല്ല. ഓക്കെ, ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. തരുന്ന സെയിം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെ ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻ വരത്തതേ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒറ്റയടിക്കുന്ന കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യലെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ അല്ലേ. അപ്പൊ അത് കാരണം 2 കൺക്ലൂഷൻ ഫോളോ ചെയ്യൽ ഓപ്ഷൻ എന്ത് കിട്ടും, ഓപ്ഷൻ ഡി, നൈദർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. സിമ്പിൾ അല്ലേ, ക്ലിയർ അല്ലേ. മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇഫ് യെല്ലോ ഈസ് കോൾഡ് ബ്ലൂ, ബ്ലൂ ഈസ് കോൾഡ് വൈറ്റ്, വൈറ്റ് ഈസ് കോൾഡ് ഗ്രീൻ, ഗ്രീൻ ഈസ് കോൾഡ് ബ്രൗൺ ആൻഡ് ബ്രൗൺ ഈസ് കോൾഡ് റെഡ്,
വാട്ട് ഈസ് ദ കളർ ഓഫ് മിൽക്ക്? ഓക്കെ, ഇത് നമ്മൾ എന്താണ് നമ്മുടെ കോഡിങ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? കോഡിങ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഈസ് കോൾഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? യെല്ലോ ഈസ് കോൾഡ് ആണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഈസ് കോൾഡ് ആണെങ്കിൽ ഓക്കെ, ഈസ് കോൾഡ് ആയത് കാരണം വളരെ സിമ്പിൾ ആണല്ലോ, നമുക്ക് ഫോർവേഡ് ആയിട്ട് എടുത്താൽ മതി കാര്യങ്ങളൊക്കെ. എന്നാൽ മീൻസ് ഓക്കെ, തിരിച്ച് മീൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാക്ക്വേർഡ് എടുക്കണം. ഇതൊക്കെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലേ, ബാക്ക്വേർഡ് എടുക്കണം. ഇപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് മിൽക്ക്? നമുക്കറിയാം എന്താണ്, വൈറ്റ് ആണ് നമ്മുടെ മിൽക്കിന്റെ നിറം. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് വൈറ്റ് ഈസ് കോൾഡ് ഗ്രീൻ എന്ന് പറയുന്നു അല്ലെ, ഗ്രീൻ എന്ന് പറയുന്നുണ്ട്. അത് കാരണം നമുക്ക് പറയാം ഓപ്ഷൻ എ ഗ്രീൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, നമ്മുടെ ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനോട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? ഇതിവിടെ 4 ഓപ്ഷൻസ് ഫിഗേഴ്സ് ആണ് അല്ലേ? നമ്മുടെ ഫിഗർ ക്ലാസിഫിക്കേഷൻ ഒക്കെ നോൺ വെർബൽ റീസണിൽ ഫിഗർ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഒരു സെഷനാണ്. ഓക്കെ, ഫിഗർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സിമ്പിൾ പരിപാടിയാണിത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓഡ്മാൻ ആയിരുന്നു കണ്ടുപിടിക്കണം. അപ്പോൾ ഫിഗർ ആണെന്ന് അറിയാൻ പറ്റും. എന്തായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ഓഡ്മാൻ. എന്താ റീസൺ? ഈ കാണുന്ന ഫിഗർ ഓക്കെ, നമ്മൾ 8ാം ക്ലാസ് NCERT പഠിക്കുന്നുണ്ട്. ഓക്കെ, കോൺകേവ്, ഇയാൾ കോൺകേവ് പോളിഗൺ ആണ്. ഓക്കെ, പോളിഗൺ ആണ്. ഈ കാണുന്ന ഓപ്ഷൻ എയും ബിയും സിയിൽ എന്താണ്? കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ് പോളിഗൺ ആണ് കേട്ടോ. ഇത് ആക്ച്വലി 8ാം ക്ലാസ് NCERT ഓക്കെ, മാത്തമാറ്റിക്സ് NCERTയുടെ ബുക്കിനകത്ത് ഇതിനെപ്പറ്റി ഡീലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു അകത്തൊരു ആംഗിൾ വരുന്ന, ഈ ഒരു ആംഗിൾ വരുന്ന ആൾ നമുക്ക് കോൺകേവ് പോളിഗൺ എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, 5, 8, 13, 21, 34, 55. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആയിരുന്നു കണ്ടുപിടിക്കണം. പിന്നെ 144, 233 ആണ്. അപ്പം വീണ്ടും നമ്മുടെ നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കുക, നമ്പർ സീരീസ് നോക്കുമ്പോൾ ഇവിടെ നമ്പേഴ്സിനകത്ത് വലിയ വ്യത്യാസം കാണുന്നില്ല. നമ്പേഴ്സിന് വലിയ വ്യത്യാസമില്ല അല്ലേ? അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കേസും വരത്തില്ല. നോർമൽ ഡിഫറൻസ് എടുത്താൽ മതിയാകും. അങ്ങനെയെങ്കിൽ 5 + 3 8, 8 + 5 13, 13 + എത്രയാണ് 8 21, 21 + 13 34, 34 + 21 55. പിന്നെയുള്ള ഡിഫറൻസ് കണ്ടെത്തണം അല്ലേ? ഓക്കെ, അതിന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് +89 144 + 89 ആണ് 233 ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ 3, 5, 8, 13, 21. നെക്സ്റ്റ് നമ്പർ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റിലേഷൻ വരുന്നില്ല ഇവിടെ. ഓക്കെ, നമുക്ക് ആ റിലേഷൻ ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യാം? വീണ്ടും ഇവരെ ഡിഫറൻസ്. ഓക്കെ, ഇവരെ ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ? ആ ഡിഫറൻസ് എടുത്തവരെ ഡിഫറൻസ് വീണ്ടും എടുത്ത് നോക്കാം. തൽക്കാലം ഡിഫറൻസ് നമ്മൾ ഒന്നുകൂടി എഴുതുവാണ്. 3, 5, 8, 13, 21. ഓക്കെ, ഇപ്പോൾ ഡിഫറൻസ് ഉണ്ടോ? ഇത് +2 ആണ് അല്ലേ? പിന്നെ ഡിഫറൻസ് +3 വരുന്നു, പിന്നെ +5 വരുന്നു, പിന്നെ +7 വരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യം 2, 3, 5, 7 ആണ്. ഇവിടെ നമ്മൾ വ്യത്യാസം +1 ഉള്ളൂ, പിന്നെ 2 +2 വരുന്നു അല്ലേ? അപ്പം വീണ്ടും ആക്ച്വലി ഡിഫറൻസ് ഇത് പോകുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഇങ്ങനെ നോക്കാം അല്ലേ? ഈ 2, ഈ 3, ഈ 5, 7 ഒക്കെ എന്താ? പ്രൈം നമ്പേഴ്സ് അല്ലേ? കൺസിക്യൂട്ടീവ് ആയിട്ട് പ്രൈം നമ്പേഴ്സ് അല്ലേ? വേണമെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത പ്രൈം നമ്പറായ 11 ഇവിടെ വരാൻ പറ്റുമല്ലോ അല്ലേ? പ്രൈം നമ്പറായ 11 അവിടെ വരാൻ പറ്റുന്നൊരു കേസാണ്. ഓക്കെ, പ്രൈം നമ്പർ വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ 21 + 11 32 ആഡ് ചെയ്യണം അല്ലേ? അതായത് 55, ഈ 55ന്റെ കൂടെ ആ 32 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 87 എന്നാണ് കിട്ടുന്നത്. പക്ഷെ 87 ഓപ്ഷനകത്തില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ഡിഫറൻസ് കാര്യമില്ല. ഇതും ഇതൊക്കെ നോർമലായിട്ട് നമ്പർ സീരീസ് നടക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ റോങ് ആയ ഈ ഒരു പാറ്റേൺ പറയാൻ കാര്യം ഇങ്ങനെ നോർമലി സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡിഫറൻസ് എടുക്കുമ്പോൾ ആ ഡിഫറൻസിനകത്ത് ഓക്കെ, ആ ഡിഫറൻസിനകത്ത് വന്ന നമ്പേഴ്സ് കണ്ടോ? അത് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ ഇവിടെ എന്തായാലും ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലേ 87 ഇല്ല. അപ്പം നെക്സ്റ്റ് മാർഗം നോക്കണം. ഓക്കെ, നെക്സ്റ്റ് മാർഗം നോക്കണം. അപ്പോൾ നമ്പേഴ്സ് ഉണ്ടോ? 5, 8, 13, 21. നമുക്ക് എന്തെങ്കിലും റിലേഷൻ കിട്ടുന്നുണ്ടോ? ബന്ധമുണ്ടോ? നോക്കിയേ, ആദ്യത്തെ 5 പിന്നെ 8 കഴിഞ്ഞ് 13 ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ആ 5 + 8 ആണ് നെക്സ്റ്റ് നമ്പറായ 13 വന്നിരിക്കുന്നത്. കണ്ടോ? ക്ലിയർ അല്ലേ? വീണ്ടും കണ്ടോ? അടുത്ത 21 എന്ന് പറഞ്ഞാൽ ഈ 8 + 13 ആണ്. ഓക്കെ, നെക്സ്റ്റ് 8 + 13 ആണ് 21. ഓക്കെ, പിന്നീട് 34 എന്ന് പറഞ്ഞാൽ ഈ 21 + 13 ആണ്. ഓക്കെ, 21 + 13 ആണ് 34. നെക്സ്റ്റ് 55 ആരാണ്? ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്പറായ 55 വന്നിരിക്കുന്നത്. 21 + 34 55. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഉറപ്പായിട്ടും 55 + തൊട്ട് മുന്നത്തെ നമ്പറായ 34 ആഡ് ചെയ്യുമ്പോൾ 89 വരും.
അത് ഓപ്ഷനകത്തുണ്ട്. ഓപ്ഷൻ സി 89. ഉറപ്പായിട്ടും അടുത്ത 55 അല്ലേ, 55+89 ആണ് 144. ഒരു സംശയം വേണ്ട. വീണ്ടും 144+89 ആണ് 233. കണ്ടോ, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ അത്യാവശ്യം അവെയർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ നോർമലായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഈ $4 #8 and $3 $8 #2 then $7 $6 3 ഓക്കെ, നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനോട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എന്താണ് $4 വെച്ച് നമുക്ക് എന്ത് വേണം, 8 കിട്ടണം. അപ്പോൾ ഈ നമ്പേഴ്സായ 4ഉം 4ഉം 2 വെച്ച് 8 കിട്ടിയാൽ പോരെ. അപ്പോൾ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അതിലേക്ക് എത്തിക്കണം. വളരെ സിമ്പിളാണ്. ഈ 4 × 4 മൾട്ടിപ്ലൈ 16 കിട്ടും. 16 ഡിവൈഡ് ബൈ 2 അല്ലേ, ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 8 ആയിരിക്കും. 16/2 8 ആണ്. നെക്സ്റ്റ് നോക്കി, 3 × 8 24 ബൈ 2 ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 12 തന്നെ. ആൻസർ എന്ത് വരും, 7 × 6 42 ആണ്. 42/3 ഇവിടെ 3 ആണല്ലോ, ബൈ 3 ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 14 3 ആണ് 42. ഓപ്ഷൻ എ 14. കണ്ടോ, വളരെ സിമ്പിൾ ചോദ്യം. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ചോദ്യം. ഫൈൻഡ് ദ ഓഡ് നോട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, നമ്മുടെ ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവിടെ കണ്ടോ ഈസ്റ്റു, നമ്മുടെ അനലോഗിയിലുള്ള ഈസ്റ്റു ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സ്റ്റാമ്പ് ഈസ്റ്റ് ലെറ്റർ, കാർ ഈസ്റ്റ് എഞ്ചിൻ, ടിക്കറ്റ് ഈസ്റ്റ് ട്രെയിൻ, ഇങ്ക് ഈസ്റ്റ് പെൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് പക്കയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ വേർഡ്സ് അല്ലേ, വേർഡ്സ് ആയത് കാരണം ഇവിടുത്തെ വാക്കുകളുടെ റിലേഷൻ പക്കയായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിരിക്കണം. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാമ്പ് ഈസ്റ്റ് ലെറ്റർ അല്ലേ. അപ്പോൾ ഈ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ലെറ്റർ നമ്മൾ അയക്കാൻ സാധിക്കുള്ളൂ, നമുക്ക് മെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നീട് ഓപ്ഷൻ ബി കാർ ഈസ്റ്റ് എഞ്ചിൻ. ഓക്കെ, തൽക്കാലം സംശയം അവിടെ നിൽക്കട്ടെ. മുന്നോട്ട് പോകുമ്പോൾ ടിക്കറ്റ് ഈസ്റ്റ് ട്രെയിൻ അല്ലേ, ട്രെയിനിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് വേണം. അതുപോലെ ഓപ്ഷൻ ഡി ഇങ്ക് ഈസ്റ്റ് പെൻ അല്ലേ, ഇങ്ക് ഈസ്റ്റ് പെൻ. ഉറപ്പായിട്ടും പേന കൊണ്ട് എഴുതണമെങ്കിൽ ആ പേനിൽ മഷി വേണം അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആരാണോ അയാളാണ് സെക്കൻഡ് കാര്യം നടത്താൻ, അല്ലെങ്കിൽ സെക്കൻഡ് വാക്കുള്ള ലെറ്റർ ഇവിടുത്തെ ട്രെയിൻ പെന്നൊക്കെ ഫസ്റ്റ് ടൈമാണ് ആവശ്യമുള്ള കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ സെക്കൻഡ് ടൈം അവിടെ കറക്റ്റായിട്ടും വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി അല്ലേ ഇവിടുത്തെ ഓടുമാൻ കാര്യം എന്താ, ആക്ച്വലി അവിടെ എഞ്ചിൻ ഈസ് ടു കാർ എന്നായിരുന്നു ബേസിക്കലി വരേണ്ടിയിരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ കാർ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതാണ് ഇവിടുത്തെ റിലേഷൻ. അങ്ങനെയാണ് പക്കയായിട്ട് നോക്കുക. എസ്പെഷ്യലി വാക്കുകളായത് കാരണം അവിടെ തമ്മിൽ റിലേഷൻ, 2 വാക്കുണ്ടെങ്കിൽ അവർ തമ്മിൽ റിലേഷൻ എങ്ങനെ പോകുന്നു പക്കയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, വീണ്ടും നമ്മുടെ ലെറ്റർ സീരീസ് അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ലെറ്റർ സീരീസ് BB OD OG KL. നെക്സ്റ്റ് ലെറ്റർ ആയിരുന്നു നെക്സ്റ്റ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആയിരുന്നു കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുമ്പം ഓർക്കുക, എപ്പോഴും 2 ലെറ്റർ അല്ലെങ്കിൽ 3 ലെറ്റർ ഉള്ള ഓരോ ഗ്രൂപ്പ് ആണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്. മിക്ക ദിവസം അങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അടുത്തതായിരിക്കും സെക്കൻഡ് ലെറ്റേഴ്സ് ആയിരിക്കും വീണ്ടും അതേ പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഓരോ ഗ്രൂപ്പിലെ ഫസ്റ്റ് ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ B2, പിന്നെ O15, വീണ്ടും O15 ആണ്, പിന്നെ K11 ആണ് അല്ലേ. ഡിഫറൻസ് ആ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 15 15 15 നമുക്ക് റിലേഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ട് തോന്നണ്ടല്ലേ. നമുക്ക് അറിയാം, നമുക്ക് ഓരോ ഗ്രൂപ്പിലും സെക്കൻഡ് ലെറ്റേഴ്സ് എന്തെങ്കിലും പാറ്റേൺ ഫോം ചെയ്ത് പോരണം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം BDGL. ഓക്കെ, B2 ആണ്, D4, G7, L11 അല്ലേ, സോറി L12 ആണ്. അങ്ങനെയെങ്കിൽ ഈ നമ്പേഴ്സ് അടുത്ത ഓക്കെ നെക്സ്റ്റ് നമ്പർ ആരായിരിക്കണം? ആ നമ്പേഴ്സിന്റെ പാറ്റേൺ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. എങ്ങനെ 2 4 ആയി? +2 അല്ലേ, പിന്നെ +3, പിന്നെ ആക്ച്വലി +5 ആണ്, +4 അല്ല +5 ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ ആരായിരിക്കണം? ഈ ഡിഫറൻസിനകത്തൊരു പാറ്റേൺ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അവർ നമ്മൾ പാറ്റേൺ എങ്ങനെ ഒന്ന് വേണം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 3 ആയി, 3ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5 ആയി. അടുത്ത എന്ത് ആഡ് ചെയ്യണം? +3 ചെയ്യണം. അപ്പോൾ 5 + 3 8 അല്ലേ, 8 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ 12 + 8 20 ആണ് വരുന്നത്. 20 ലെറ്റർ T ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, T എന്ന് പറയുന്ന ലെറ്റർ ഓപ്ഷനകത്ത് ഇല്ല അല്ല, ലാസ്റ്റ് T വരുന്ന ഒറ്റ ഓപ്ഷൻ കിടപ്പില്ല. ദാറ്റ് മീൻസ് ഇതല്ല ഇവിടുത്തെ മാർഗം. പിന്നെ ആ ഡിഫറൻസ് എടുത്ത നമ്പേഴ്സ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ 2 4 7 12 ആണ്. ഈ ഡിഫറൻസ് എന്താണ്? 2 3 5 അല്ലേ. ഈ നമ്പേഴ്സ് ആക്ച്വലി ആരൊക്കെയാണ്? അവർ പ്രൈം നമ്പേഴ്സ് അല്ലേ. ഡിഫറൻസ് എടുത്ത പ്രൈം നമ്പേഴ്സ് അല്ലേ. അങ്ങനെ 8ന് പകരം അടുത്ത പ്രൈം നമ്പറായി എന്ത് കൊടുക്കണം? നമുക്ക് 7 കൊടുക്കാൻ പറ്റും. 7 കൊടുക്കാമല്ലോ. അപ്പോൾ 12 + 7 നമുക്ക് 19 എന്ന് കിട്ടും. 19 ലെറ്റർ S ആണല്ലേ, S വരും. അത് ഓപ്ഷനകത്തുണ്ട്, കാണുന്നുണ്ടല്ലോ, അത് ഓപ്ഷനകത്തുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി വേണമെങ്കിൽ കൺഫേം അല്ല ആണോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ലെറ്റേഴ്സ് ആരൊക്കെയായിരുന്നു അവിടെ? B O
ഓക്കെ, ഈ എഴുതിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ബുക്ക് എന്ന വാക്കായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഡിയിലെ യെസ് കൊടുത്താൽ ബുക്സ് എന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് വാക്ക് നമുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പം ഇങ്ങനത്തെ സീരീസ് അത്യാവശ്യം അവെയർ ആയിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, ഇല്ല മിസ്സിംഗ് നമ്പർ ആരെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസം കാണില്ല. നമ്പർ സീരീസ് ആണ്. ആ നമ്പർ സീരീസ് നമ്പേഴ്സും വലിയ വ്യത്യാസം കാണില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് വേണമെങ്കിൽ ഡിഫറൻസ് ആയിട്ട് നോക്കാം. 28ന്റെ കൂടെ എത്ര ആടിയുമ്പം 60 ആകുന്നുണ്ട്? 28ന്റെ കൂടെ എത്രയാണ്? 32 ആടിയുമ്പം 60 പിന്നെ 30 ആടിയപ്പോൾ 90 അല്ലേ? പിന്നീട് എത്ര ആടിയിട്ടുണ്ട്? 27 ആടിയുമ്പം 117 അല്ലേ? ഇപ്പൊ ഡിഫറൻസ് എടുത്ത നമ്പേഴ്സ് 32, 30, 27 നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവരെ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യാൻ നമുക്ക് വീണ്ടും ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ? അതായത് ഡിഫറൻസ് ഇവിടെ ആദ്യമേ -2 പിന്നെ -3 നമുക്ക് അടുത്ത -4 കൊടുക്കാം. 27 - 4 നമുക്ക് 23 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ 117ന്റെ കൂടെ 23 ആഡ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ വരിക? എന്ത് കിട്ടും? 140 വരുമല്ലോ. അത് ഓപ്ഷനകത്തുണ്ടല്ലേ? 140 എന്ന് കിട്ടും. അടുത്ത ഡിഫറൻസ് നോക്കി. അടുത്ത ഡിഫറൻസ് ഇവിടെ 158 ആണ്. ആ ഡിഫറൻസ് എത്ര വരും? അത് 18 വരും. സംശയം വേണ്ട, 23 - 5 തന്നെയാണ് 18 ഉണ്ടോ? അപ്പോൾ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 140 ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 140. പരിപാടി കഴിഞ്ഞു. നന്നായിട്ട് നോക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സോട് ബന്ധപ്പെട്ട് ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഈ ഫിഗറിലുള്ള നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കാണാം. അപ്പം ആക്ച്വലി സ്ക്വയേഴ്സ് കാണെങ്കിൽ സ്ക്വയേഴ്സിന് റെക്ടാങ്സിനൊക്കെ ഓരോ ട്രിക്സ് ഉണ്ട്. ആക്ച്വലി സ്ക്വയർ ട്രിക്ക് ഞാൻ പറയാം. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ ഫിഗർ പക്കറ്റ് മനസ്സിലാക്കുക. ഈ ഫിഗറിനകത്ത് 1, 2, 3, 4, 5 അല്ലെ? 5 കോളംസ്. ഓക്കെ, 5 കോളംസ് ഉണ്ടല്ലേ? വെർട്ടിക്കലി പോകുന്ന ആൾ നമ്മുടെ കോളംസ് ആണ് കേട്ടോ. അതുപോലെ 1, 2, 3 റോസ്. ഓക്കെ, 3 റോസ് ഉണ്ട്, 3 റോകളുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിക്ക് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇവിടെ 5 കോളം 3 റോ ഉള്ളത് കാരണം നമുക്ക് ഈ ഓരോ സെഷൻ 3 ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, 5 കോളം 3 റോ. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? 5 × 3 കേട്ടോ. 5 × 3 എന്ന് എഴുതാം. അല്ല തിരിച്ച് 3 × 5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഈ ഓരോ നമ്പേഴ്സും ഓരോന്ന് വിധം കുറയ്ക്കുക. 5 മാറി 4 വരും, 3 മാറി എന്താകും? 2 വരും. കാണുന്നുണ്ടോ? വീണ്ടും താഴെയോട്ട് എന്ത് എഴുതാം? 2 സൈഡ് ഓരോന്ന് കുറച്ചിട്ട് 3 × 1 എന്ന് വരും. ഓക്കെ, അങ്ങനെ ഈ മൾട്ടിപ്പിൾ എടുക്കുക. ഇത് 15 ആണ്. ഓക്കെ, ഇയാൾ 8 ആണ്, ഇയാൾ 3 ആണ് അല്ലേ? എന്ത് കിട്ടും നമുക്ക്? 15 + 8 23, 23 + 3 26, 26 കേട്ടോ. 26 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 26. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ കാണാനുള്ള ട്രിക്ക് ഇതാണ് കേട്ടോ. ഈ നമ്പേഴ്സ് എടുക്കുന്നു, അതായത് എത്ര കോളംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക, എത്ര റോസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എത്ര 5 കോളം 3 റോസും ഉണ്ട്. നമ്മൾ ഈ സൈഡിൽ നിന്ന് 3 × 5 അല്ലെങ്കിൽ 5 × 3 എഴുതാൻ കുഴപ്പമില്ല. ഇനി താഴോട്ട് നമ്മൾ 2 സൈഡ് ഓരോന്ന് കുറച്ചിട്ട് 4 × 2 വരും, പിന്നെ 3 × 1 വരും. ആ പ്രൊഡക്റ്റ് എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 26. ഓക്കെ, 26 സ്ക്വയേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, കൂടുതൽ റെക്ടാങ്കിളിന്റെ കേസിനെ ഓടിച്ച് പറയാൻ ശ്രദ്ധിക്കണേ. റെക്ടാങ്കിളിന്റെ കേസിനെ ഓടിച്ച് പറയാം. റെക്ടാങ്കിൾസ് കാണണമെങ്കിൽ ഓക്കെ ഇതേ ഫിഗർ തന്നെ എടുക്കാം. ഓക്കെ, ഇതേ ഫിഗറിന് റെക്ടാങ്കിൾ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ കോളം എഴുതിയല്ലോ. 1, 2, 3, 4, 5 കോളം ഉണ്ട്. അതുപോലെ 3 റോസും ഉണ്ടല്ലേ? റെക്ടാങ്കിൾ കാണാൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ എഴുതിയ നമ്പേഴ്സ് തമ്മിൽ ആദ്യം ഡയറക്റ്റ് ആഡ് ചെയ്യുക, വെർട്ടിക്കലി ആഡ് ചെയ്യുക. ഈ 1 + 2 + 3 + 4 + 5 ആഡ് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക്. അത് നമുക്ക് 15 കിട്ടുമല്ലോ. അതുപോലെ ഈ റോസ് എടുക്കുക, റോസും അതുപോലെ വെർട്ടിക്കലി ആഡ് ചെയ്യുക. 1 + 2 + 3 എന്ത് കിട്ടും നമുക്ക്? 6 കിട്ടും. ഈ കിട്ടിയ നമ്പർ 15ഉം 6ഉം ഉണ്ടല്ലോ, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് കിട്ടിയിരിക്കും 90 റെക്ടാങ്കിൾസ് എന്ന് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എത്രയുണ്ട്? 90 റെക്ടാങ്കിൾസും വെറും 26 സ്ക്വയേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? റെക്ടാങ്കിൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിനകത്ത് റെക്ടാങ്കിൾ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കോളംസും റോസും പക്കയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ 5 കോളം ഉണ്ട്. അത് കാരണം ആ നമ്പേഴ്സ് വെറുതെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആഡ് ചെയ്യുക. 1 + 2 + 3 + 4 + 5 ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ ആ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടുന്നുണ്ട്. റോസ് ഓക്കെ, അത് ഈ റോസ് ആയിട്ടുള്ള 3 റോസ് ഉണ്ട്. ആ നമ്പേഴ്സ് വെർട്ടിക്കലി ആഡ് ചെയ്യും. 1 + 2 + 3 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും അല്ലേ? ആ കിട്ടിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് കിട്ടിയിരിക്കും. ഓക്കെ, ഈ ഒരു ട്രിക്ക് പക്കയായിട്ട് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം. Facing towards south, Ram started walking and turned left after walking 30 meters. He walked 25 meters and turned left and walked 30 meters.
ഹൗ ഫാർ ആൻഡ് വിച്ച് ഡയറക്ഷൻ ഈസ് സി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ, ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പം മാക്സിമം ഫാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് വരച്ചങ്ങ് പോവുക. ഓക്കെ, ഫേസിങ് ടുവേർഡ്സ് സൗത്ത്. ഓക്കെ, സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, സൗത്ത് നമുക്കറിയാം, ഡയറക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അറിയാം, മുകളിൽ നോർത്ത്, താഴെ സൗത്ത് അല്ലേ, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ് ആണ്. അപ്പം സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകണം. അപ്പം രാം സ്റ്റാർട്ട് വാക്കിംഗ് ആൻഡ് ടേൺ ലെഫ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് 30 മീറ്റർ അല്ലേ. അതായത് സൗത്തിലേക്ക് രാം പോകുന്നു. അപ്പം 30 മീറ്റർ പോയതിനു ശേഷം എന്ത് ചെയ്യുന്നു പുള്ളിക്കാരൻ, ലെഫ്റ്റ് അല്ലേ, 30 മീറ്റർ പോയതിനു ശേഷം ലെഫ്റ്റ് തിരിയുന്നു. ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് സൗത്തിലേക്ക് പോകുന്ന ആൾ ലെഫ്റ്റ് അങ്ങോട്ടായിരിക്കും, അത് ഈസ്റ്റ് അല്ലേ. സൗത്തിലേക്ക് പോകുന്ന ലെഫ്റ്റ് അങ്ങോട്ടായിരിക്കും, അത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്, ഈസ്റ്റിലേക്ക് പോയി. ഓക്കെ, എത്ര പോയിട്ടുണ്ട്, ഹി വാക്ക്ഡ് 25 മീറ്റർ ആൻഡ് ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 30 മീറ്റർ അല്ലേ. അപ്പൊ വീണ്ടും 25 മീറ്റർ, മൊത്തം 25 മീറ്റർ പോയിട്ടുണ്ട് ഈസ്റ്റിലേക്ക്. അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എടുക്കുന്നു. വീണ്ടും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്ക് പോകുന്ന ലെഫ്റ്റ് അങ്ങോട്ടായിരിക്കും, അത് നോർത്ത് അല്ലെ, നോർത്തിലേക്കായിരിക്കും. ഓക്കെ, നോർത്തിലേക്കാണ് പുള്ളിക്കാരൻ പോകുന്നത്. എത്ര പോയിട്ടുണ്ട്, 30 മീറ്റർ പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ ചോദ്യം എന്താണ്, ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈ സി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ് ഇതല്ലേ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചത് അല്ലേ. അപ്പൊ ഇത് 25 അത് കാരണം ഇതും 25 കിട്ടും. ഏത് ഡയറക്ഷൻ ആണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതും ഈസ്റ്റ് ഡയറക്ഷൻ ആണല്ലോ. 25 മീറ്റർ ഈസ്റ്റ് അല്ലേ, ഓപ്ഷൻ അതുണ്ടല്ലോ, ഓപ്ഷൻ ബി 25 മീറ്റർ ഈസ്റ്റ്. പരിപാടി കഴിഞ്ഞു, സിമ്പിൾ ആണ്, സെറ്റ് ആണ്, മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ബുക്ക് മൈനസ് പെൻ ഈക്വൽ ടു 8 ദെൻ പെൻ മൈനസ് നിബ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലേ, നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത് അല്ലേ. ശരി, അപ്പൊ നോക്കാം. എന്തായാലും ഇവിടെ ഈക്വൽ ടു 8 ആയത് കാരണം ഉറപ്പായിട്ട് ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ബുക്ക് എടുക്കുമ്പോൾ ഓക്കെ, B2 ആണ്, O15 വീണ്ടും O15, K11 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്പേഴ്സ് എഴുതുക. ഓക്കെ, വെറുതെ ബുക്ക് എന്നൊക്കെ എഴുതി സമയം കളയരുത്, നമുക്ക് മാക്സിമം സമയം ലാഭിക്കണം. ഓക്കെ, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ട് നമ്പേഴ്സ് എഴുതുക. ഓക്കെ, പിന്നീട് പെൻ എടുത്തു കഴിഞ്ഞാൽ P16 ആണ്, E5, N14. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇവിടെ ഹൈഫൺ അല്ല സോറി മൈനസ് സൈൻ ഉണ്ട്, മൈനസ് കൊടുക്കാം. നമുക്ക് ഈ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം അല്ലേ. 15 + 15 30, 30 + 2 32 + 43 കിട്ടും. മൈനസ് ഇത് എത്ര വരുന്നുണ്ട്, 16 14 30, 30 + 5 35 ആണ്. സംശയം വേണ്ട, 43 - 35 8, ഇതേ 8 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പം ആൻസർ എന്ത് വരും, പെന്ന് P16 ആണ്, E5, N14. ഈ നമ്പേഴ്സ് ആദ്യം എന്ത് കിട്ടും, അതും നമുക്ക് എത്രയാണ്, 35 കിട്ടും. മൈനസ് ഓക്കെ, N14, I9, B2 എത്ര വരുന്നുണ്ട്, 23 2 25 വരും. 35 - 25 എത്രയാണ്, 10 കിട്ടും. ഓപ്ഷൻ എ 10. സിമ്പിൾ, ക്ലിയർ അല്ലേ. അപ്പം നമ്പേഴ്സ് ഒക്കെ പടപട മനസ്സിലാക്കി എടുത്ത് ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ബെസ്റ്റ് റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ ഫിഗർ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലാൻ പറ്റും എന്താണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ. ഓക്കെ, മിസ്സിംഗ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ പസിൽ. ഓക്കെ, നമ്പർ പസിൽ എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ശരി, അപ്പൊ നോക്കുക, ഇവിടെ ഇതാണ് മിസ്സിംഗ് നമ്പർ, അയാളെ കണ്ടുപിടിക്കണം. ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ ട്രയാങ്കിളിന്റെ അകത്തുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് പുറത്തുള്ള ആ 3 നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കണം നമുക്ക് അടുത്തുള്ള നമ്പർ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പൊ നമ്പേഴ്സ് നമുക്ക് അറിയാൻ പറ്റും, ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലേ. നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഉപേക്ഷയും കൂടാതെ എന്താണ് 1 മുതൽ 30 നമ്പേഴ്സുകളുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നിർബന്ധം പഠിച്ചിരിക്കുക. അതുപോലെ ക്യൂബ് 0 വരെ നിർബന്ധം പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ 484 എന്ന് പറഞ്ഞാൽ അയാൾ 22ന്റെ സ്ക്വയർ ആണ്. 576 അയാൾ 24ന്റെ സ്ക്വയർ ആണ്. 529 എത്രയാണ്, 23ന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും ഈ നമ്പേഴ്സ്. ഓക്കെ, 22 + 24 + 23 എത്ര വരും കുഞ്ഞുങ്ങൾ, നമുക്ക് 60, 62, 64, 66, 3, 69. ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് 69 തന്നെ കിട്ടുന്നുണ്ട്. അതായത് ചുറ്റിനുമുള്ള നമ്പേഴ്സുകൾ എന്താണ്, അവരുടെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, സ്ക്വയർ റൂട്ട് എടുത്തിട്ട് കിട്ടിയ നമ്പേഴ്സ് എന്ത് ചെയ്യണം, ആ നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 225 15 ആണ് വരുന്നത്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 289 7, 17 സ്ക്വയർ ആണ് അയാൾ എത്രയാണ്, അയാൾ 14 അല്ലേ, സോറി 16 സ്ക്വയറിന് 250 അല്ലേ. ആദ്യം എന്ത് കിട്ടും നമുക്ക്, 15 + 17 32, 32 + 16 48. ഓപ്ഷനത്തിലെ 48, ഓപ്ഷൻ സി. കണ്ട, ഓപ്ഷൻ സി ആണ്. നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇയാൾ എത്രയാണ്, 8ന്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ 9. ആദ്യം കണ്ടോ 27 തന്നെ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ എ സ്റ്റേറ്റ്മെന്റ് ഈസ് ഗിവൻ ഫോളോഡ് ബൈ 3 കൺക്ലൂഷൻസ്. ചൂസ് ദ കൺക്ലൂഷൻ വിച്ച് ബെസ്റ്റ് ഫിറ്റ്സ് ലോജിക്കലി. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 3 കൺക്ലൂഷൻ. ഓക്കെ, 3 കൺക്ലൂഷൻ ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പം ഈ തരുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
മൂന്ന് കൺക്ലൂഷൻസ് ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസ് എന്ന ആ ടോപ്പിക്കിൽ വരുന്ന ചോദ്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പക്കയായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂസ് കോൾഡ് ക്രീം ഫോർ ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു ആഡ് പറയുവാണ് എന്നാണ് കോൾഡ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗന്ദര്യം കൂടും. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ കൺക്ലൂഷൻ നോക്കിയേ. ഫസ്റ്റ് വൺ, പീപ്പിൾ ലൈക്ക് ടു യൂസ് ക്രീം ഫോർ ഫെയർ കോംപ്ലക്ഷൻ. ഓക്കെ, ആ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുമോ? ഓക്കെ, അത് ആക്ച്വലി ഫോളോ ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ക്വസ്റ്റ്യൻ എടുത്തു കഴിയുമ്പോൾ ആ തരുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ഓക്കെ, സ്റ്റേറ്റ്മെന്റിനെ വെച്ച് മാത്രമേ നമ്മൾ ആൻസർ അല്ലെങ്കിൽ കൺക്ലൂഷൻ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനോട് ബന്ധപ്പെട്ട് പറഞ്ഞെങ്കിൽ ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ ഇവിടെ ഒന്നും എന്താണ് കമ്പാരിസൺ പാടില്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനോട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യാൻ പാടില്ല. ആ തരുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് മാത്രമേ നമ്മൾ ആൻസർ പറയാൻ പാടുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റിനെ വെച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു കാരണങ്ങളും പുതിയതായിട്ടൊന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ നോക്കിയേ, പീപ്പിൾ ലൈക്ക് ടു യൂസ് ക്രീം ഫോർ ഫെയർ കോംപ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ലൈക്ക് ടു യൂസ് ക്രീം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും ഉറപ്പില്ല അല്ലേ, അവർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. കൺഫേം ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് കാരണം അത് ആക്ച്വലി അസംഷൻ ആയി പോകും. ഓക്കെ, അത് കാരണം എന്താണ് ഫസ്റ്റ് വൺ ഫോളോ ഇല്ല. പിന്നെ പീപ്പിൾ ആർ ഈസിലി ഫൂൾഡ്. പീപ്പിൾ എല്ലാവരും എന്താണ് ഈസി ആയിട്ട് എന്താണ് അവരെ ഫൂൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. അത് കാരണം സെക്കൻഡ് വൺ ഫോളോ ചെയ്യില്ല. ഓക്കെ, പീപ്പിൾ റെസ്പോണ്ട് ടു അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ, പീപ്പിൾ അഡ്വർടൈസ്മെന്റിനെ റെസ്പോണ്ട് ചെയ്യുന്നു. അതും ആക്ച്വലി എന്താണ് എല്ലാവരും ചെയ്യണം നിർബന്ധമൊന്നുമില്ല അല്ലേ. ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് പീപ്പിൾ റെസ്പോണ്ട് ടു അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ, അതും ആക്ച്വലി അസംഷനായി പോകും. നമുക്ക് പക്കയായിട്ട് പറയുന്ന കൺക്ലൂഷൻ അല്ല. അത് കാരണം ഒരു കൺക്ലൂഷൻ ഇവിടെ ഫോളോ ചെയ്യൽ ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി അല്ലേ, നൺ ഓഫ് ദ കൺക്ലൂഷൻസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. ഒന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല, അസംഷൻ പാടില്ല. ഒന്ന് പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ഒരു കമ്പാരിസണും പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ആക്കുന്ന കാര്യം വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഫിഗർ ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് റിലേഷൻഷിപ്പ് എമംഗ് ദ ക്ലാസ് ഗിവൺ ബിലോ. ഓക്കെ, ഹൗസ്, ബ്രിക്ക്, ബ്രിഡ്ജ്. ഓക്കെ, 3 ക്ലാസ്, ഹൗസ് ഉണ്ട്, ബ്രിക്ക് ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, നമ്മുടെ വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ശരി, അപ്പൊ 3 ക്ലാസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ബ്രിക്ക് എന്ന് പറയുന്ന ആൾക്ക് എന്തായാലും ഹൗസുമായിട്ടും ബ്രിഡ്ജുമായിട്ട് ഒരു റിലേഷൻ എന്തായാലും ഉണ്ടാവണമല്ലോ. ബേസിക്കലി ബ്രിക്സ് വെച്ചിട്ടാണ് ബ്രിഡ്ജും ഹൗസൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ ചെറിയൊരു സം റിലേഷൻ എന്തായാലും ഉണ്ടാകണം. ഓക്കെ, ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കാര്യം. ഈ നടുക്കത്തെ ഈ പച്ച സർക്കിൾ നമുക്ക് എന്താ ബ്രിക്ക് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ബ്രിക്ക് വെച്ചിട്ട് എന്തായാലും നമ്മൾ എന്തായാലും ഈ പറഞ്ഞ യെല്ലോ നമുക്ക് എന്തെടുക്കാം, തൽക്കാലം ഹൗസ് എന്ന് എടുക്കാം. ഈ തൽക്കാലം ബ്രിഡ്ജ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ബ്രിക്ക് വെച്ചിട്ട് ഉറപ്പായിട്ട് ഹൗസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ ബ്രിക്ക് വെച്ച് എന്തായാലും ബ്രിഡ്ജും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവർ തമ്മിൽ റിലേഷൻ ഉണ്ട്, സം റിലേഷൻ ഉണ്ട്. എന്നാലും ഓപ്ഷൻ എ വരുമോ? ഓപ്ഷൻ എ എടുത്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവർ 3 പേർക്കും ഒരു ബന്ധം ഇല്ലെന്നാണ് കിടക്കുന്നത് അല്ലേ. 3 ക്ലാസ് ആണ്, 3 സർക്കിൾസ് ആണ്, 3 പേരും ഒരു റിലേഷൻ വരും. അപ്പോൾ സം റിലേഷൻ എന്തായാലും ബേസിക്കലി വരണം അവിടെ. ഓക്കെ, ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി വരുന്ന കാര്യം എന്താ, ഇവിടെ ഉള്ള ഒരു ആള് അയാൾ ചിലപ്പോൾ ബ്രിക്കോ അല്ലെങ്കിൽ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഹൗസോ ആകാം. അപ്പോൾ ഇയാൾ പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറി നിൽക്കുന്ന കാരണം അവിടെ സം റിലേഷൻ വരുമോ? എന്തായാലും ഒന്നുകിൽ ബ്രിഡ്ജിന് ഹൗസിന് ബ്രിക്ക് റിലേഷൻ വരണമല്ലോ. അപ്പൊ നമുക്ക് ബിയും കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സി വരുമോ? അപ്പൊ എന്തായാലും ഈ പറയുന്ന ഈ ഒരാള് ബ്രിക്കായിട്ട് എടുക്കാം. തൽക്കാലം ബ്രിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൗസും ബ്രിഡ്ജും ബ്രിക്ക് വെച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത് അല്ലല്ലോ. ബ്രിക്ക് അല്ലാതെ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. വുഡൻ ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പം ബ്രിക്ക് മാത്രം എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഫുള്ളായിട്ടും ബ്രിക്ക് വെച്ച് ഹൗസ് എടുക്കാൻ പറ്റില്ല. അത് കാരണം ഓപ്ഷൻ സിയും ഒഴിവാക്കാം. കണ്ടോ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ആ ലോജിക്ക് പക്കയായിട്ട് മനസ്സിലാക്കി എടുക്കുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഗിവൺ ബിലോ. ഓക്കെ, നമ്മുടെ സീറ്റിംഗ് അറിഞ്ഞു. സീറ്റിംഗായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ പക്കയായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അർജുൻ, ഭാനു, കീർത്തി, ദീപൻ, ഹരിണി, വസന്ത്, ഗായത്രി ആൻഡ് കുമാർ ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കിൾ ഫേസിംഗ് ദ സെന്റർ. ഓക്കെ, ഒരു സർക്കിൾ. ഓക്കെ, സർക്കിളിൽ എന്താണ് സെന്റർ ഫേസ് ചെയ്താണ് ഇവർ ഇത്രയും പേര് അല്ലേ. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8. ഓക്കെ, 8 പേര് സർക്കിളിന്റെ സെന്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെന്റർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ, സർക്കിളിന്റെ സെന്റർ ഇതാണ്. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ,
7 8 8 പേരും സർക്കിളിന്റെ സെന്ററിലേക്ക് ഫേസ് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പം സെന്റർ ആണെങ്കിൽ അതനുസരിച്ച് ഒരാളുടെ റൈറ്റ് ലെഫ്റ്റും വരും. സർക്കിളിന്റെ പുറത്തേക്ക് ഔട്ട്വേർഡ്സ് നോക്കിയിരുന്നാൽ അതനുസരിച്ച് റൈറ്റ് ലെഫ്റ്റും ഉറപ്പായിട്ട് മാറിപ്പോകും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പക്കയായിട്ട് വായിച്ച് നോക്കുക. ഈ ഒരു കാര്യം പക്കയായിട്ട് വായിച്ച് നോക്കുക. ക്ലിയർ അല്ലേ? ഇനി പറഞ്ഞിട്ട് ബാനു ഇസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് വസന്ത്. ഓക്കെ, ഇപ്പൊ ബാനു എന്ന് പറയുന്ന വ്യക്തി വസന്തിന്റെ തേർഡ് റൈറ്റ് ആണ് അല്ലേ? ഇപ്പൊ തൽക്കാലം ഞാൻ വസന്തിനെ ഇവിടെ വെക്കുകയാണ്. വസന്ത് തൽക്കാലം വീന്ന് കൊടുക്കുന്നു. ഓക്കെ, വസന്തിന്റെ തേർഡ് റൈറ്റ് ആണ് ബാനു ഇരിക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ സർക്കിളിന്റെ സെന്ററിലേക്ക് ഫേസ് ഇരിക്കുവാണെങ്കിൽ അയാൾ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ദേ വസന്തിന്റെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, റൈറ്റ് ഈ ഡയറക്ഷനിലേക്ക് വരും, ലെഫ്റ്റ് ഈ ഡയറക്ഷനാണ്. ഡയറക്ഷൻ പക്കയായിട്ട് മനസ്സിലാക്കുക. ശരി, അപ്പൊ ബാനു എന്ന് പറയുന്ന വ്യക്തി എന്താണ്? വസന്തിന്റെ തേർഡ് റൈറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് റൈറ്റ് ഈ പോയിന്റ് ആയിരിക്കും അല്ലെ? സെക്കൻഡ് റൈറ്റ് ഈ പോയിന്റ് വരും. തേർഡ് റൈറ്റ് ഇതാണ് തേർഡ് റൈറ്റ്. വസന്ത് തേർഡ് റൈറ്റ് അയാളാണ്. ഇതാണ് വരുന്നത്. അപ്പൊ ബാനു, ഓക്കെ, ബാനു ഉറപ്പായിട്ടും ഈ പൊസിഷനിലാണ് നമുക്ക് കൊടുക്കാം. ക്ലിയർ അല്ലേ? ആൻഡ് ഓക്കെ, ആൻഡ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് കുമാർ. അതുപോലെ ബാനു എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഇവിടെ ആൻഡ് ആയത് കാരണം ഉറപ്പായിട്ടും ആദ്യത്തെ ബാനുവിനെ പറ്റി പറയുന്നു. ആൻഡ് അല്ലെങ്കിൽ ബട്ടാണ് ഉറപ്പായിട്ടും ആദ്യം പറഞ്ഞ വ്യക്തിനെ പറ്റി അവർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ അയാളെ പറ്റി അവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബാനു എന്തായിരിക്കും? കുമാറിന്റെ തേർഡ് ലെഫ്റ്റ് ആണ്. അപ്പം ബാനു ഓൾറെഡി ഇവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ കുമാർ അവിടെ ആയിരിക്കും. കുമാർ ഇവിടെ ആയിരിക്കും. കുമാർ ഇവിടെ വരും. അപ്പൊ കുമാറിന്റെ തേർഡ് ലെഫ്റ്റ് ഉണ്ടോ? ഫസ്റ്റ് ലെഫ്റ്റ്, ഇയാൾ സെക്കൻഡ് ലെഫ്റ്റ് ഉണ്ട്. ഇയാളാണ് തേർഡ് ലെഫ്റ്റ് വരുന്നത്. അപ്പം 3 പേര് സെറ്റായി അല്ലേ? എന്താ പറയുന്നത്? ഇനി കീർത്തി. ഓക്കെ, കീർത്തി ഈസ് ഫോർത്ത് ടു ലെഫ്റ്റ് ഓഫ് അർജുൻ. ഓക്കെ, കീർത്തി എന്ന് പറഞ്ഞാൽ അർജുനെ ഫോർത്ത് ലെഫ്റ്റ് ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി ഇവരെ നോക്കാം. അർജുൻ ഈസ് നോട്ട് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് വസന്ത് ആൻഡ് ബാനു. ഓക്കെ, അർജുൻ എന്താണ്? ബാനുവിന്റെയും വസന്തിന്റെയും ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. ദാറ്റ് മീൻസ് നമ്മുടെ അർജുൻ ഇവിടെ വരത്തില്ല. ഈ പോയിന്റിൽ അർജുൻ വരത്തില്ല. ഈ സ്ഥാനത്ത് അർജുൻ വരത്തില്ല. ഇവിടെ അർജുൻ വരില്ല. ഇവിടെ അർജുൻ വരില്ല അല്ലേ? ബാക്കി മിച്ചമുള്ള പ്ലേസ് മാത്രമുള്ള അർജുൻ എവിടെയാണ്? അർജുൻ ഇവിടെയാണ്. അപ്പൊ ഉറപ്പായിട്ടും തൊട്ടുമുൻ സെന്റൻസ് ആയ ഇത് എടുക്കാൻ പറ്റുള്ളൂ. കീർത്തി ഈസ് ഫോർത്ത് ടു ലെഫ്റ്റ് ഓഫ് അർജുൻ. അർജുന്റെ ഫോർത്ത് ലെഫ്റ്റ് ആണ് കീർത്തി ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ലെഫ്റ്റ് ഇത്, സെക്കൻഡ് തേർഡ് ഫോർത്ത് അല്ലെ? ഇവിടെയാണ് നമ്മുടെ കീർത്തി. ഈ സ്ഥാനത്ത് കീർത്തി വരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹരൺ ഈസ് നോട്ട് ആൻ ബാക്കി അർജുൻ ഈസ് ഓക്കെ, അത് പറഞ്ഞു. ഹരൺ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബാനു. ഹരണി എന്താണ്? ബാനുവിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. അപ്പം ഉറപ്പായിട്ടും ഹരണി ഇവിടെയും വരില്ല, ഈ സ്ഥാനത്ത് വരത്തില്ല. ഈ സ്ഥാനത്താണ് ഹരിണി. ഇവിടെ ഹരിണി വരുന്നു. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? ഗായത്രി സെക്കൻഡ് റൈറ്റ് ഓഫ് ദീപൻ. ദീപന്റെ സെക്കൻഡ് റൈറ്റിലാണ് ഗായത്രി അല്ലെ? ഗായത്രി അല്ലെ? ഉറപ്പായിട്ട് ദീപൻ ഇവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഗായത്രീനെ ഇവിടെ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഗായത്രി ഇവിടെ വരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവരെയും സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. ചോദ്യം എന്താണ്? ഹു എം ദ ഫോളോയിങ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ഹരിണി. ഹരിണി എന്ന് പറയുന്ന വ്യക്തിയുടെ തേർഡ് ലെഫ്റ്റ് ആര് വരുന്നു? അപ്പൊ ഹരിണി ഇത് ഇവിടെയാണ്. അയാൾ തേർഡ് ലെഫ്റ്റ്. ഫസ്റ്റ് ലെഫ്റ്റ് ഇതാണ്, സെക്കൻഡ് ലെഫ്റ്റ് ഇതാണ്, തേർഡ് ലെഫ്റ്റ് ആണ് ഗായത്രി വരുന്നു. ഓപ്ഷൻ ബി ഗായത്രി. കണ്ടോ? പരിപാടി കഴിഞ്ഞു. മാക്സിമം ഫാസ്റ്റ് ചെയ്ത് പോവുക. സിമ്പിൾ ചോദ്യമാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഓക്കെ, 7 members L, H, K, T, F, J and R represent different countries in Olympics. USA, China, Korea, France, Russia, Australia and Japan. Each one competes for different sports like volleyball, archery, rifle shooting, tennis, boxing, athletics and football. The order of persons, countries and games is not necessarily for the same. Okay, ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി വായിച്ച് പോകേണ്ടത് അല്ലേ? ശരി, ഇപ്പൊ എന്താ പറയുക? കെ റെപ്രസെന്റ് ചൈന ഫോർ ആർച്ചറി. ഓക്കെ, ഇപ്പൊ കെ എന്ന് പറയുന്ന വ്യക്തി ചൈനയ്ക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നു. പുള്ളിക്കാരൻ ആർച്ചറി. ഓക്കെ, ആർച്ചറിയാണ് പുള്ളിക്കാരന്റെ ഗെയിം. ഓക്കെ, ആർച്ചറി. ക്ലിയർ അല്ലേ? ശരി, പിന്നെന്താ പറയുന്നത്? ടി റെപ്രസെന്റ് യു എസ് എ. ടി റെപ്രസെന്റ് യു എസ് എ ബട്ട് നോട്ട് ഫോർ വോളിബോൾ ഓർ റൈഫിൾ ഷൂട്ടിംഗ്. ഓക്കെ, ഇപ്പം ടി എന്ന് പറയുന്ന വ്യക്തി യു എസ് എക്കാരനാണ്. എന്നാൽ പുള്ളിക്കാരൻ വോളിബോളും കളിക്കില്ല, റൈഫിൾ ഷൂട്ടിംഗ് കളിക്കുന്ന വ്യക്തിയുമല്ല. ദ വൺ ഹു റെപ്രസെന്റ് ജപ്പാൻ കോമ്പീറ്റ്സ് ഫോർ ബോക്സ്. ഓക്കെ, ഇപ്പൊ ജപ്പാൻകാരൻ ആരോ ഒരാളുണ്ട്, പുള്ളിക്കാരൻ ബോക്സിങ്. ഓക്കെ, ബോക്സിംഗ് ആണ് പുള്ളിക്കാരന്റെ എന്താണ് ഗെയിം അല്ലെ? ശരി, എഫ് കോമ്പീറ്റ്സ് ഫോർ വോളിബോൾ ബട്ട് നോട്ട് ഫോർ കൊറിയ. ഓക്കെ, അപ്പം എഫ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഓക്കെ, വോളിബോൾ. ഓക്കെ, വോളിബോൾ കളിക്കുന്ന വ്യക്തിയാണ്. വോളിബോൾ കളിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ എഫ്. ഓക്കെ, എന്നാൽ കൊറിയക്കാരനല്ല. എൽ റെപ്രസെന്റ് ഓസ്ട്രേലിയ ഫോർ അത്ലറ്റ്സ്. ഓക്കെ, എൽ എന്താണ്? ഓസ്ട്രേലിയക്കാരനാണ്. ഓക്കെ, അതുപോലെ എന്താണ്? അത്ലറ്റിക്സ്. ഓക്കെ, അത്ലറ്റ് ആണ് പുള്ളിക്കാരൻ. അത്ലറ്റിക്സ്. ഓക്കെ, ശരി. ഇനി എന്താണ്? ദ വൺ ഹു റെപ്രസെന്റ് റഷ്യ കോമ്പീറ്റ്സ് ഫോർ ടെന്നീസ്. ഓക്കെ, അപ്പൊ റഷ്യക്കാരൻ എന്താ? നമ്മുടെ ടെന്നീസ് കളിക്കാരനാണ്. ടെന്നീസ് കളിക്കാരനാണ് കേട്ടോ. ടെന്നീസ് കളിക്കാരനാണ്. ശരി, എന്താണ് പറയുന്നത്? ജെ ഡസ് നോട്ട് റെപ്രസെന്റ് ഫോർ കൊറിയ ഓർ ജപ്പാൻ. ഓക്കെ, എന്താണ്? ജെ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? കൊറിയയ്ക്ക് വേണ്ടി കളിക്കാറില്ല, അല്ലെങ്കിൽ കൊറിയക്കാരനും അല്ല, ജപ്പാൻകാരനും അല്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും
ഇവിടെ എന്തായാലും ജെ അല്ല ജെ വരില്ലല്ലോ. ശരി, ബാക്കി നോക്കാം. ആർ കോമ്പീറ്റ്സ് ഫോർ റൈഫിൾ. ഓക്കെ, ആർ എന്നാണ് റൈഫിൾ ഷൂട്ടിംഗ്. ഓക്കെ, അപ്പൊ ആർ എന്ന് പറയുന്ന വ്യക്തി റൈഫിൾ ഷൂട്ടിംഗ് ആണ് ആറിന്റെ ഗെയിം. ക്ലിയർ ആണല്ലോ. ഇനി ബാക്കിയുള്ള ആളുകൾ സെറ്റ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ മനസ്സിലാൻ പറ്റും. തൊട്ടുമുന്നെ പറയുന്നുണ്ട് എന്നാൽ ജെ ഡസ് നോട്ട് കോമ്പീറ്റ്സ് ഫോർ കൊറിയ ഓർ ജപ്പാൻ. ഓക്കെ, അപ്പൊ കെ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, കൊറിയക്കാരനുമല്ല ജപ്പാൻകാരനുമല്ല. ഓക്കെ, കൊറിയക്കാരനുമല്ല ജപ്പാൻകാരനുമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ജെ വരില്ല. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ജെ നമുക്കിനി ഇവിടെ കൊടുക്കാൻ പറ്റൂ. കണ്ടോ, ജെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അല്ലേ. കാര്യം ആകെ ഉണ്ടായിരുന്ന വ്യക്തികൾ എൽ എച്ച് കെ അതൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഓൾറെഡി 6 ഉണ്ട്. ബാക്കി എല്ല് മാത്രമായിരിക്കും ഇവിടെ വരാൻ അല്ലേ. സോറി, എല്ലല്ലോ, ആരാണ് വരുന്നത് ഇനി. ഓക്കെ, എച്ച് മാത്രമാണ് ഇനി ആകെ ഇവിടെ വരാനുള്ളത്. അപ്പം എല്ലാ ആളും സെറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഓപ്ഷൻ പക്കയുടെ നോക്കുക. ഓപ്ഷൻ എ ജെ ടെന്നീസ് റഷ്യ, ജെ ടെന്നീസ് ഫ്രാൻസ്, ആർ ടെന്നീസ് റഷ്യ, ആർ ടെന്നീസ് ഫ്രാൻസ് ആണ്. അപ്പം ഓൾറെഡി നമുക്ക് ജെ ടെന്നീസ് റഷ്യ എന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ബാക്കി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഓപ്ഷൻ എ ഡയറക്റ്റ് പറയാം. ബാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ക്ലിയർ അല്ലേ. വേണമെങ്കിൽ ബാക്കി ചെയ്ത് നോക്കാം, ബാക്കിയാണെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് ടി റെപ്രസെന്റ് USA ബട്ട് നോട്ട് ഫോർ വോളിബോൾ അല്ലേ, ഓർ റൈഫിൾ ഷൂട്ട്. ഓക്കെ, ശരി. അപ്പം അങ്ങനെയെങ്കിൽ ബാക്കി മിച്ചമുള്ള ഗെയിമിന് ഏതാ ഉള്ളത്? ഫുട്ബോൾ ആണ് നമ്മുടെ ടി. കണ്ടോ, ഫുട്ബോൾ മാത്രമേ മിച്ചമുള്ളല്ലോ. ഇവിടെ ഫുട്ബോൾ ആയിരിക്കും. ഇനി എഫ് രാജ്യക്കാരനായിരിക്കും. നോക്കിയേ, എഫ് കോമ്പീറ്റ്സ് ഫോർ വോളിബോൾ എന്ന് പറയുന്നുണ്ട് ബട്ട് നോട്ട് ഫോർ കൊറിയ. നോട്ട് ഫോർ കൊറിയ കണ്ടോ, എഫ് കോമ്പീറ്റ്സ് ഫോർ വോളിബോൾ ബട്ട് നോട്ട് ഫോർ കൊറിയ. കാരണം 6 നമ്മുടെ കൊറിയക്കാരനാണ് കണ്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി മിച്ചമുള്ള രാജ്യം ഏതാ ഉള്ളത്? ഇനി മിച്ചമുള്ള രാജ്യം ആരാ ഉള്ളത്? ഫ്രാൻസ്. എഫ് എന്തായാലും ഫ്രാൻസ് ആയിരിക്കും. കണ്ടോ, പരിപാടി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ വെച്ച് പരിപാടി നിർത്താം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ വളരെ സ്മൂത്ത് ആയിട്ട് സിമ്പിളായിട്ട് വായിച്ച് പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, വീണ്ടും നമ്മുടെ എന്താ ലെറ്റർ സീരീസ് അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് ആണ്. ഓക്കെ, അപ്പം DZLA ഇവിടുത്തെ കണ്ടുപിടിക്കണം. പിന്നെ PKLP ആണ്. അപ്പോൾ എന്താണ് ലെറ്റർ സീരീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്. വീണ്ടും സെക്കൻഡ് ലെറ്റേഴ്സ് ആയിരിക്കും അതുപോലെ പാറ്റേൺ മെയിൻലി ഫോം ചെയ്ത് പോകുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റർ വെച്ച് കമ്പയർ നോക്കാം. D4, L12 ആണ് ഇവിടുത്തെ ആളെ കണ്ടുപിടിക്കണം. ഓക്കെ, അയാൾ കണ്ടുപിടിക്കണം. പിന്നെ P16, പിന്നെ വീണ്ടും L12 ആണ്. അപ്പം കിട്ടിയ നമ്പേഴ്സ് ആരൊക്കെയാണ്? 4, 12, ഒരാൾ മിസ്സിംഗ് ആണ്, അയാൾ കണ്ടുപിടിക്കണം. പിന്നെ വീണ്ടും 16, പിന്നെ 12 ആണ് അല്ലേ. അപ്പം എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. അതായത് 4ന്റെ കൂടെ 8 കൂട്ടിയാൽ 12 ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ 16ന്റെ കൂടെ -4 ആണ് അല്ലേ. പിന്നെ ഇവിടെ 2 ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ആരൊക്കെയാണെന്ന് ആക്ച്വലി കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം +8. ഓക്കെ, പിന്നെ ഇവിടെ നമ്പർ വരണം, പിന്നെ ഇവിടെ നമ്പർ വരണം, പിന്നെ -4 അല്ലേ. ഉറപ്പാണ് നമുക്ക് +4 കൊടുക്കാം അല്ലേ. അതായത് 8ന്റെ കൂടെ 4 കുറച്ചപ്പോൾ 4 ആയി. വീണ്ടും നമുക്ക് 0 കൊടുക്കാം. 4ന്റെ കൂടെ 4 കുറച്ചപ്പോൾ വീണ്ടും 0 ആയി. 0ന്റെ കൂടെ 4 കുറച്ച് -4 ആയല്ലോ. കണ്ടോ, മനസ്സിലാൻ പറ്റും. ഇവിടെ 0 ആണ് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ +4 കൊടുക്കണം. അപ്പൊ 12 + 4 16 കിട്ടും. 16 + 0 16 ആണ് അല്ലേ. അപ്പൊ 16 ആ ലെറ്റർ എന്ന് പറയാം 16 പി എന്ന് കിട്ടും. കണ്ടോ, പി ഉള്ള ഒറ്റ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി തന്നെയായിരിക്കും ആൻസർ വരുന്നത്, കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ആക്ച്വലി നമ്പർ സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ സീരീസ് എന്നിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ. ശരി, നമുക്ക് ബാക്കി സെക്കൻഡ് കമ്പയർ നോക്കാം. ഇവിടെ Z26 ആണ്, ഇവിടെ A1 ആണ്, ഇവിടെ F കിട്ടിയല്ലോ PF ആണ്. F കൊടുത്താൽ F എത്രയാണ്? F6 വരും. K പിന്നെ 11 ആണ്, പിന്നെ P16 ആണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 1 + 5 6 ഉണ്ട്, 6 + 5 11 ഉണ്ട്, 11 + 5 16 ഉണ്ട്. ഇവിടെ മാത്രം +1 ആണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ സീരീസ് ആക്ച്വലി ഇല്ല അല്ലേ. ഒരു സീരീസ് പക്കായിട്ടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ആ എഴുതിയ A പിന്നെ എഴുതിയ FKP അവർ വേണമെങ്കിൽ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ആൽഫബറ്റിക്കൽ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, അതിൽ ആക്ച്വലി നോർമലായിട്ട് സീരീസ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് അല്ലേ. ഓക്കെ, വീട്ടിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി മാക്സിമം ക്വസ്റ്റൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.